ഹായ്. അടുത്തത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്ട്രിബ്യൂഷൻസിനെ പറ്റിയ റെക്റ്റാങ്കുലർ ഡിസ്ട്രിബ്യൂഷൻ, യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ്റെ കണ്ടിന്യൂസ് കേസാണ് എന്ത് റെക്റ്റാങ്കുലർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത് പറയാനുള്ളത് ഗാമ ഡിസ്ട്രിബ്യൂഷനാണ്. ഗാമ ഡിസ്ട്രിബ്യൂഷൻ. ഗാമ ഡിസ്ട്രിബ്യൂഷനെ പറ്റിയിട്ടാണ് അടുത്ത് പറയാനുള്ളത്. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ ഇങ്ങനെയാണ്: എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എക്സ് ഈസ് സെഡ് ടു ഹാവ് എ ഗാമ ഡിസ്ട്രിബ്യൂഷൻ if its probability density function is given by PDF is given by f of x equal to m raised to p gamma p e raised to minus mx into x raised to p minus 1. m raised to p gamma p e raised to minus mx into x raised to p minus 1, x greater than 0. ഇതെന്ന് പറയുന്നത് 0, otherwise. Where m greater than 0, p greater than 0 are called parameters of the gamma distribution. പിന്നെ അത്രയാണ് അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഗാമ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ഗാമ എന്ന് എഴുതുന്നത് നമ്മൾ ശരിക്കും ഇങ്ങനെയാണ് ഗാമ. അതാണ് ഗാമ. അത് നമ്മളെന്ത് ചെയ്യുന്നു? ഗാമ നമുക്കറിയാലോ, ഈ ഒരു നൊട്ടേഷനാണ്. ഗാമ എന്ന് എഴുതുമ്പോൾ നമ്മൾ സ്ക്വയർ റൂട്ട് എഴുതുന്നതിന് ആ ഒരു കട്ടിങ് ഇല്ലാതെ ഇങ്ങനെ എഴുതുന്നത്. സിസ്റ്റത്തിലൊക്കെ നമ്മൾ ഇങ്ങനെയായിരിക്കും ഗാമനെ കാണുന്നത്, ഗാമ പി. ഓക്കെ, ഇനി ഒന്ന് രണ്ട് നോട്ട്സ് എഴുതി വെക്കാം. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എം റേസ് ടു പി ഗാമ പി ഇ റേസ് ടു മൈനസ് എം എക്സ് എക്സ് റേസ് ടു പി മൈനസ് 1. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എപ്പോഴും 1 ആയിരിക്കും. 0 നമ്മൾ PDF എങ്ങനെ ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് അതിൻ്റെ ആ ലിമിറ്റ് വെച്ചിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഈക്വൽ ടു 1 കിട്ടുന്നതാണെങ്കിൽ നമുക്ക് അതിൻ്റെ PDF ആണെന്നൊക്കെ പറയാം. റെഡി? അപ്പോൾ അതേപോലെ നമുക്ക് നോട്ടായിട്ട് എഴുതി വെക്കാം. 1-2 നോട്ട്സ്. ഒന്നാമത്തെ നോട്ട് നമുക്കറിയാം 0 to infinity എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇവിടെ 0 to infinity വരുള്ളൂ, ഈക്വൽ ടു 1 ആണ്. അതുകൊണ്ട് തന്നെ 0 to infinity എം റേസ് ടു പി ഗാമ പി ഇ റേസ് ടു മൈനസ് എം എക്സ് എക്സ് റേസ് ടു പി മൈനസ് 1 ഡി എക്സ് ഈക്വൽ ടു 1 ആയിരിക്കും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് 0 to infinity ഇ റേസ് ടു മൈനസ് എം എക്സ് എക്സ് റേസ് ടു പി മൈനസ് 1 ഡി എക്സ് ഈക്വൽ ടു എന്ത് ചെയ്താൽ നമുക്ക് ഗാമ പി ഡിവൈഡ് റേസ് ടു എം റേസ് ടു പി ഡിവൈഡഡ് ബൈ എം റേസ് ടു പി എന്ന് എഴുതാം. ഓക്കെ, കാരണം എന്ന് വെച്ചാൽ ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോയാൽ മതി. ഇത് കോൺസ്റ്റൻറ്റ് വാല്യൂ എം റേസ് ടു പി ഗാമ പി എന്ന് പറയുന്നത്. ആ വാല്യൂവിനെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്ക് ഇ റേസ് ടു മൈനസ് എം എക്സ് എക്സ് റേസ് ടു പി മൈനസ് 1 ഡി എക്സ് ഈക്വൽ ടു ഗാമ പി ഡിവൈഡ് ബൈ എം റേസ് ടു പി എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഗാമ പി എന്ന് പറയുന്നത് പിന്നെ നമുക്ക് സെക്കൻഡ് നോട്ടായിട്ട് വേണമെങ്കിൽ എഴുതി വെക്കാം. ഗാമ പി എന്ന് പറയുന്നത് എന്തായിരിക്കും? എമ്മിന് 1 കൊടുത്താൽ മതി. എമ്മിന് 1 കൊടുത്താൽ 1 റേസ് ടു പി 1 തന്നെ കിട്ടും. അപ്പോൾ ഗാമ പി ഈക്വൽ ടു 0 to infinity ഇ റേസ് ടു മൈനസ് എം എക്സ് എക്സ് റേസ് ടു പി മൈനസ് 1 ഡി എക്സ്. സോറി, എം എന്നുള്ളത് 1 ആണ്. അപ്പോൾ ഇ റേസ് ടു മൈനസ് എക്സ് എക്സ് റേസ് ടു പി മൈനസ് 1 ഡി എക്സ് എന്ന് കിട്ടും. ഇനി ഗാമ എൻ നമ്മൾ നൊട്ടേഷൻ അപ്പോൾ അതുകൊണ്ട് തന്നെ ഗാമ പി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഗാമ എൻ എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും n മൈനസ് 1 ഫാക്ടോറിയലാണ് ബൈ ഡെഫിനിഷൻ. ഗാമ ഫംഗ്ഷൻ്റെ ഡെഫിനിഷനാണ് n മൈനസ് 1 ഫാക്ടോറിയലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗാമ പീനെ നമുക്ക് എന്ത് ചെയ്താൻ പറ്റും? പി മൈനസ് 1 ഫാക്ടോറിയൽ. അപ്പം 0 to infinity ഇ റേസ് ടു മൈനസ് എക്സ് എക്സ് റേസ് ടു പി മൈനസ് 1 എന്ന് പറയുന്നത് പി മൈനസ് 1 ഫാക്ടോറിയലാണ്. ഓക്കെ, വേറൊരു നോട്ട് എഴുതി വെക്കാം നമുക്ക്.
ഗാമ എൻ പ്ലസ് വൺ ഈക്വൽ ടു എന്തായിരിക്കും? അപ്പം എൻ ഫാക്ടോറിയലാണ്. ഈക്വൽ ടു നമുക്ക് വേണമെങ്കിൽ എഴുതാം എൻ ഇൻറ്റു എൻ മൈനസ് വൺ ഫാക്ടോറിയലാണ് എൻ ഫാക്ടോറിയൽ എന്ന് പറയുന്നത്. എൻ ഇൻറ്റു എൻ മൈനസ് വൺ ഫാക്ടോറിയൽ. അപ്പോൾ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? എൻ ഇൻറ്റു ഗാമ എൻ എന്ന് എഴുതാണെങ്കിൽ എൻ മൈനസ് വൺ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ ഗാമ എൻ ആണ്. അതുകൊണ്ട് എന്താണ്? എൻ ഇൻറ്റു ഗാമ എൻ. ഗാമ എൻ പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ എൻ ഇൻറ്റു ഗാമ എൻ ആണ്. ഓക്കെ. അടുത്തത് ഒരു കാര്യം കൂടിയുണ്ട്. നാലാമത്തെ നോട്ടായിട്ട് എഴുതാം. ഗാമ 1/2 എന്ന് പറഞ്ഞാൽ റൂട്ട് പൈ ആണ്. അതും കൂടി ഓർത്ത് വെക്കാം. ഗാമ 1/2 എന്ന് പറഞ്ഞാൽ റൂട്ട് പൈ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ഗാമ ഫംഗ്ഷനെ പറ്റിയിട്ട് നമുക്കിവിടെ ഇത്രയും കാര്യങ്ങളെ നമുക്ക് ആവശ്യമുള്ളൂ. അതുകൊണ്ട് ഇത്രയും പറയുന്നുള്ളൂ. ഗാമ എൻ എന്ന് പറഞ്ഞാൽ എൻ മൈനസ് വൺ ഫാക്ടോറിയൽ ആണെങ്കിൽ നമുക്ക് അതിനെന്ത് ചെയ്യാം? എൻ മൈനസ് വൺ ഇൻറ്റു ഗാമ എൻ മൈനസ് വൺ എഴുതാം. എൻ പ്ലസ് വൺ ഗാമ എൻ പ്ലസ് വണ്ണിന് എഴുതിയ പോലെ തന്നെ. ഓക്കെ. ഇനി ഇതിൻ്റെ മൊമെൻറ്റ്സ് നമുക്ക് മീനും വേരിയൻസും എം ജി എഫും വേണം. അപ്പോൾ മൊമെൻറ്റ്സിൽ ആദ്യം മീൻ വേണം. മീൻ ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ്. ഓക്കെ. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 0 to infinity എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു 0 to infinity എക്സ് ഇൻറ്റു എം റേസ് ടു പി ഗാമ പി ഇ റേസ് ടു മൈനസ് എം എക്സ് എക്സ് റേസ് ടു പി മൈനസ് വൺ ഡി എക്സ്. അപ്പോൾ എം റേസ് ടു പിയും ഗാമ പിയും ഒക്കെ ഔട്ട് സൈഡ് എടുക്കുക, കോൺസ്റ്റൻ്റ് ആണ്. എക്സും എക്സ് റേസ് ടു പി മൈനസ് വണ്ണും ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ എം റേസ് ടു പി 0 to infinity ഇ റേസ് ടു മൈനസ് എം എക്സ് എക്സ് റേസ് ടു പി പ്ലസ് വൺ മൈനസ് വൺ ഡി എക്സ്. ഒരു എക്സ് ഇവിടെ കൂടിയോ? പി പ്ലസ് വൺ മൈനസ് വൺ. പി എന്നാവുള്ളൂ. പക്ഷേ നമുക്ക് ബൈ ഡെഫിനിഷൻ വെച്ചിട്ട് നമുക്ക് അങ്ങനെ എഴുതണം. എന്നാലേ നമുക്ക് അതിൽ ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും കിട്ടി. ഇനി നമുക്കറിയാം ഇവിടെ എം റേസ് ടു പി ഗാമ പി. ഇവിടെ നോക്കൂട്ടോ. അതായത് നമ്മൾ നേരത്തെ ഒന്നാമത്തെ നോട്ട് എഴുതിയ 0 to infinity ഇ റേസ് ടു മൈനസ് എം എക്സ് എക്സ് റേസ് ടു പി മൈനസ് വൺ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഗാമ പി ഡിവൈഡ് ബൈ എം റേസ് ടു പി ആണ്. അപ്പോൾ ഇവിടെ പി ഉണ്ടാകുമ്പോൾ ഇവിടെ ഗാമ പി ആവും. അപ്പോൾ ഇവിടെ പി പ്ലസ് വൺ ആണെന്നുണ്ടെങ്കിൽ ഗാമ പി പ്ലസ് വൺ ആവും. ഇവിടെയും പി പ്ലസ് വൺ ആവും. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ ഉള്ളത്? പീൻ്റെ പ്ലേസിൽ ഇവിടെ പി പ്ലസ് വൺ ആണുള്ളത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? നമുക്കതിനെ ഗാമ പി പ്ലസ് വൺ ഡിവൈഡഡ് ബൈ എം റേസ് ടു പി പ്ലസ് വൺ ഇത്ര എഴുതിയാൽ മതി. ഓക്കെ. ഇനി ഇതിനൊന്ന് ചെറുതാക്കി എഴുതി കഴിഞ്ഞാൽ ആൻസറിലേക്ക് എത്തും. അപ്പോൾ എന്താണ്? എം റേസ് ടു പിയും എം റേസ് ടു പി പ്ലസ് വൺ നമുക്ക് ക്യാൻസൽ ചെയ്താൽ ബാക്കി എന്താ ഉണ്ടാവുള്ളൂ? അവിടെ ഒരു എം ഉണ്ടാവുള്ളൂ. ഈ ഗാമ പി പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ അറിയാം? പി ഇൻറ്റു ഗാമ പി ആണ് ഡിവൈഡഡ് ബൈ ഇവിടെ വേണമെങ്കിൽ എം റേസ് ടു പി ഡിവൈഡ് ബൈ ഗാമ പി എം റേസ് ടു പി പ്ലസ് വൺ. ഇതിൽ ഇതൊക്കെ വെട്ടിപ്പോയിട്ട് ഇവിടെ എം മാത്രം ഉണ്ടാവും. ഗാമ പിയും വെട്ടിപ്പോയിട്ട് എന്തുണ്ടാവും? പി ബൈ എം ആണ് അതിൻ്റെ മീൻ എന്ന് പറയുന്നത്. പി ബൈ എം ആണ്. ഇനി വേരിയൻസ് അതേപോലെ വേരിയൻസ് കാണണമെങ്കിൽ വേരിയൻസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ. നേരത്തെ കണ്ട പോലെ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ കാണേണ്ടി വരും. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0 to infinity എക്സ് സ്ക്വയർ ഇൻറ്റു എം റേസ് ടു പി ഗാമ പി ഇ റേസ് ടു മൈനസ് എം എക്സ് എക്സ് റേസ് ടു പി മൈനസ് വൺ ഡി എക്സ്. നേരത്തെ ചെയ്ത പോലെ തന്നെ എഴുതുക. എം റേസ് ടു പി ഗാമ പി ഔട്ട് സൈഡ് എടുക്കാം. ബാക്കി 0 to infinity എക്സ് സ്ക്വയർ അല്ലേ. അപ്പോൾ ഇ റേസ് ടു മൈനസ് എം എക്സ്
എന്താണ് എക്സ് റേസ് ടു പി പ്ലസ് ടു മൈനസ് 1 ഡി എക്സ്. അപ്പോൾ എന്ത് വരും? എം റേസ് ടു പി ഗാമ പി 0 ടു ഇൻഫിനിറ്റി അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം നോക്കുക. എം റേസ് ടു ഗാമ പി പ്ലസ് ടു ഡിവൈഡഡ് ബൈ എം റേസ് ടു പി പ്ലസ് ടു. ഇവിടെ എന്തുണ്ടാവും? ഒരു എം സ്ക്വയർ ഉണ്ടാവും. ഗാമ പി പ്ലസ് ടു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പി പ്ലസ് 1 ഇൻറ്റു ഗാമ പി പ്ലസ് 1 അങ്ങനെ എഴുതാം. ഡിവൈഡഡ് ബൈ ഗാമ പി ഇൻറ്റു എം സ്ക്വയർ എന്നും കൂടി ഉണ്ടാവും. ഇനി ഗാമ പി പ്ലസ് 1 നമുക്ക് വീണ്ടും ഒന്ന് മാറ്റി എഴുതാം. പി പ്ലസ് 1 ഇൻറ്റു ഗാമ പി പ്ലസ് 1 എന്ന് പറഞ്ഞാൽ പി ഇൻറ്റു ഗാമ പി ആണ്. ഡിവൈഡഡ് ബൈ ഗാമ പി ഇൻറ്റു എം സ്ക്വയർ. അപ്പോൾ ഗാമ പിയും ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ ബാക്കി ഉണ്ടാകുന്നത് പി പ്ലസ് 1 ഇൻറ്റു പി എം സ്ക്വയർ. ഓക്കെ, ആണെങ്കിൽ അതിനെ നമുക്കിങ്ങനെ എഴുതാണെങ്കിൽ പി സ്ക്വയർ പ്ലസ് പി ഡിവൈഡഡ് ബൈ എം സ്ക്വയർ അങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല, രൂപത്തിൽ എഴുതിയാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ അത്രയും കിട്ടി. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയറും കിട്ടി. ഇനി എന്ത് കാണണം? വേരിയൻസ് ഓഫ് എക്സ് കാണണം. അപ്പോൾ വേരിയൻസ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ നമുക്ക് കിട്ടി പി സ്ക്വയർ പ്ലസ് പി ബൈ എം സ്ക്വയർ മൈനസ് എം സ്ക്വയർ ബൈ പി സ്ക്വയർ ബൈ എം സ്ക്വയർ എന്ന് കിട്ടും. പി ബൈ എം ആണ് മീൻ എന്ന് പറയുന്നത്. അപ്പോൾ പി സ്ക്വയർ ബൈ എം സ്ക്വയർ. അപ്പോൾ ഈ പി സ്ക്വയർ എം സ്ക്വയറും പി സ്ക്വയർ എം സ്ക്വയറും ക്യാൻസലായി കഴിഞ്ഞാൽ ബാക്കി ഇവിടെ ഉണ്ടാവുക പി ബൈ എം സ്ക്വയർ ആണ്. പി ബൈ എം സ്ക്വയർ. അപ്പോൾ വേരിയൻസുമായി പി ബൈ എം സ്ക്വയർ. വേരിയൻസ് ഓഫ് എക്സ് ഈക്വൽ ടു പി ബൈ എം സ്ക്വയർ ആണ്. ഇനി നമുക്ക് എം ജി എഫും കൂടി കണ്ടാൽ മതി. എം എക്സ് ഓഫ് ടി എം ജി എഫ് എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റേഷൻ ഓഫ് ഇ റേസ് ടു ടി എക്സ്. അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റേഷൻ ഓഫ് ഇ റേസ് ടു ടി എക്സ് എന്ന് പറഞ്ഞാൽ 0 ടു ഇൻഫിനിറ്റി എം റേസ് ടു പി ഗാമ പി ഇ റേസ് ടു മൈനസ് എം എക്സ് എക്സ് റേസ് ടു പി മൈനസ് 1 ഇൻറ്റു ഡി എക്സ്. ഇവിടെ ഒരു ഇ റേസ് ടു ടി എക്സും കൂടി ഉണ്ടാവും. ഈക്വൽ ടു എം റേസ് ടു പി ഗാമ പി 0 ടു ഇൻഫിനിറ്റി. ഇവിടെ ഇ റേസ് ടു ടി എക്സ് ആണ്, ഇ റേസ് ടു എം എക്സും ഉണ്ട്. അപ്പോൾ അത് ഒന്ന് കോമൺ ആയിട്ട് എടുത്താൽ മതി. അപ്പോൾ എന്താ ഉണ്ടാവുക? എമ്മിൻ്റെ പ്ലേസിൽ അവിടെ വരുന്നത് ഇപ്പോൾ ഇ റേസ് ടു മൈനസ് ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഉണ്ടാവുക അവിടെ എം മൈനസ് ടി എക്സ് എക്സ് റേസ് ടു പി മൈനസ് 1 ഡി എക്സ്. അപ്പോൾ അത്രയായിരിക്കും വരിക. കോമൺ ഫോമിലേക്ക് എഴുതാൻ വേണ്ടിയിട്ടാണ് മൈനസ് ഔട്ട് സൈഡ് എടുത്തിട്ട് എഴുതിയിട്ടുള്ളത്. ഇനി എം റേസ് ടു പി ഗാമ പി ഇവിടെ എന്ത് വരും? ഇൻറ്റു ഗാമ പി എന്ന് പറയുന്നത് ഗാമ പി തന്നെ. എമ്മിൻ്റെ പ്ലേസിൽ ഇവിടെ എന്താ ഉള്ളത്? എം മൈനസ് ടി ആണ്. അപ്പോൾ എന്താണ്? എം മൈനസ് ടി ഓൾ റേസ് ടു പി. ഓക്കെ, ഗാമ പിയും ക്യാൻസലായി പോയിട്ട് ബാക്കി എന്ത് വരും? എം ബൈ എം മൈനസ് ടി ഓൾ റേസ് ടു പി. ഇതിനെ വേണമെങ്കിൽ നമുക്കൊന്ന് ഒരു കുറച്ചുകൂടി നല്ല രൂപത്തിൽ എഴുതുകയാണെങ്കിൽ എം മൈനസ് ടി ഓൾ റേസ് ടു എം ഓൾ റേസ് ടു മൈനസ് പി എന്ന് എഴുതാം. അതിൻ്റെ റെസിപ്രോക്കൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് 1 മൈനസ് ടി ബൈ എം ഓൾ റേസ് ടു മൈനസ് പി എന്ന് എഴുതാം. ഇതാണ് അതിൻ്റെ കോമൺ ഫോം ആയിട്ട് വരുന്നത്. 1 മൈനസ് ടി ബൈ എം ഓൾ റേസ് ടു മൈനസ് പി. ഇതാണ് അതിൻ്റെ എം ജി എഫ്. അപ്പോൾ മീ പറഞ്ഞു, വേരിയൻസ് പറഞ്ഞു, എം ജി എഫും പറഞ്ഞു, മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷനും പറഞ്ഞു. റെഡി? ഓക്കെ, താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ വേറെ അടുത്ത ഡിസ്ട്രിബ്യൂഷൻ ഒരു 2 ക്ലാസ്സും കൂടി വേണ്ടി വരും മൊത്തത്തിൽ. പിന്നെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് എടുക്കാം. താങ്ക് യു.